നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന സരുവിനും കുട്ടി കിരണം ശാരിയുടെ അടുത്തേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ചോദിച്ചു, എങ്ങനെയുണ്ട് ആന്റി, ഇപ്പൊ കുറവുണ്ടോന്ന് ചോദിച്ചു. വേദനയുണ്ട് മോനെ, പക്ഷെ പെയിൻ കില്ലർ കഴിച്ചു കഴിയുമ്പോഴത്തേനും കുറച്ചൊരു മാറ്റം ഉണ്ടാവും. പക്ഷെ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ല വേദനയായിരിക്കും എന്ന് പറഞ്ഞു. സാരമില്ല, അധികം വൈകാതെ തന്നെ വേദനകളൊക്കെ മാറും. പിന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആരാണ് ആന്റിയോട് ഈ ക്രൂരത ചെയ്തത്, കല്യാണിയെ കൊല്ലാൻ വന്ന ആരാന്നുള്ള സത്യം അവനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. ഇനിയിപ്പം മറിഞ്ഞിരിക്കുന്ന വേറെ എന്തെങ്കിലും ശത്രു ഉണ്ടോന്ന് അറിയില്ലല്ലോ. അതൊക്കെ കിരൺ പറയുമ്പോ സരുവിന്റെ മുഖം വല്ലാതെയായി. സരുവിനൊരു പേടി ഉണ്ടായിരുന്നു, എങ്ങാനും പോലീസ് അവനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അവൻ തന്റെ പേര് വിളിച്ചു പറയുമെന്നുള്ളത്. പിന്നീട് കിരൺ പറഞ്ഞു, എങ്കിൽ ശരി ഞാനും കൂടെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ട് പോവാണ്. കിരൺ പോയി കഴിഞ്ഞപ്പോ തന്നെ ശാരിയോട് പറഞ്ഞു, അമ്മേ എന്താണെങ്കിലും അവൾക്കിട്ട് പണി കൊടുക്കാനായിട്ട് ഞാൻ പുതിയൊരാളെ നിയമിച്ചിട്ടുണ്ട്, അധികം വൈകാതെ അത് സാധിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശാരി പറഞ്ഞു, സൂക്ഷിക്കണം മോളെ, അറിയാലോ എത്രയെന്ന് പറഞ്ഞാലും അവിടെ അത്ര എളുപ്പത്തിനൊന്നും തീർക്കാൻ പറ്റുന്നൊന്നും അല്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ പെറ്റമ്മയുണ്ടല്ലോ, അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവര് തന്നെ അവളെ തീർത്ത് കളയട്ടെ, ഞാൻ നോക്കിയിട്ട് അതാ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞു. അവർക്ക് അവളോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ആ സ്നേഹമൊന്നും അതേ കാലം നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സരിയു പറഞ്ഞു, അല്ല അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശാരി പറഞ്ഞു, മോളെ അവര് നിന്നെ വളർത്തിയിട്ടില്ലായിരിക്കും, പക്ഷെ അവര് നിന്റെ പെറ്റമ്മയാ. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നിനക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനേ അവര് തയ്യാറായിരിക്കും. കാരണം നിന്റെ സന്തോഷമാണ് അവർക്ക് എല്ലാത്തിനേക്കാളും വലുത്. പക്ഷേങ്കില് എന്നാലും നീ സൂക്ഷിക്കണം. ഇന്ന് ഞാൻ അവളെ തീർത്ത് കളഞ്ഞാണ്, പക്ഷെ ഈ തലനാഴിക്ക് കൃത്യസമയത്ത് കിരൺ വന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അവൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് അവനോടൊപ്പം നല്ലൊരു ജീവിതം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? കല്യാണെ തീർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് കിരണിനെ കിട്ടുമോ? ഒരിക്കലും ഇല്ല. അതൊന്നും നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ല, നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. അവൻ പിന്നെ നിന്നെ സ്വീകരിക്കത്ത് പോലും ഇല്ല എന്ന് പറഞ്ഞു. അല്ലാതെ വേറെ എന്തേലും മാർഗങ്ങൾ നോക്കിയിട്ടോ കാര്യമുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സരി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ പെറ്റമ്മയെ കൊണ്ട് തന്നെ ഞാൻ അവളുടെ തകർച്ച കണ്ടു. അതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് എനിക്ക് തോന്നേ. അധികം വൈകാതെ അതൊക്കെ സംഭവിക്കും. കിരണിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നില്ലും. ഞാനിപ്പോൾ ജീവിക്കുന്നത് പോലും അതിന് വേണ്ടിയിട്ടാ. ശാരി പറഞ്ഞു, മോള് പറഞ്ഞ പോലെ തന്നെ ഞാൻ കഥമൊക്കെ തുറന്നിട്ട് കൊടുത്ത ആ കൊലയാളിക്ക് വേണ്ടിയിട്ട്. പക്ഷെ സംഭവിച്ചത് കണ്ടോ, അവൾക്ക് ഇനി ആയുസിന് ബലമുണ്ട്, അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചേ. അവളെ തീർക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം, അതൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇനി എന്താണെങ്കിലും ഞാനിത് വെറുതെ വിടുന്നില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് കിരൺ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കല്യാണി ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണി ചോദിച്ചു, എങ്ങനെയുണ്ട് കിരണേട്ടാ, ശാരി ആന്റിക്ക് എങ്ങനെയുണ്ട്? ഇപ്പം കുറച്ച് ഭേദമുണ്ട്, എന്നാലും പെട്ടെന്നൊന്നും വീട്ടിലേക്ക് വരാൻ പറ്റില്ല, കുറച്ചുകൂടെ ഭേദമായിട്ടേ വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ വന്നാൽ മതിയായിരുന്നു. എന്നാലും ഞാൻ ആലോചിക്കുന്നേ ആ കൊലയാളി ആരായിരിക്കുന്ന അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടല്ലോ കല്യാണി പോലീസ്. കിരണേട്ട വേറെ കാര്യം കൂടെ ഉണ്ട്. താരാന്റി എനിക്ക് വീണ്ടും മെസ്സേജ് അയച്ചല്ലോ. താരാന്റി എന്തൊക്കെയോ അറിഞ്ഞ മട്ടിലുള്ള ഒരു പെരുമാറ്റം അല്ലേന്ന് ചോദിച്ചു. എന്ത്? അല്ല എന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമെന്നുള്ളത്. താരാന്റി മുമ്പ് മെസ്സേജ് അയച്ചല്ലേന്ന് ചോദിച്ചു. അത് പിന്നെ കിരണേട്ട ഈ അടുത്ത കാലത്തല്ലേ, പക്ഷെ അതിനു മുമ്പ് തന്നെ താരാന്റിക്ക് ആ പടം വല്ലാത്തൊരു വിഷമമായിരുന്നല്ലോ. ആരോടും നേരെ ചൊവ്വെ സംസാരിക്കത്തില്ല, ഇങ്ങോട്ടേക്ക് വരാറ് പോലും ഇല്ല. താരാന്റി അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അത് ശരിയാ, ഒരു കാര്യം ചെയ്തല്ല കല്യാണി, നമുക്കിപ്പൊ താരാന്റിയുടെ അടുത്തേക്കൊന്ന് പോയാലോ എന്ന് ചോദിച്ചു. ഇപ്പോഴാണ് താരാന്റി മാത്രമല്ല അവിടെ ഉള്ളൂ. അത് ശരിയാ, ഒന്ന് പോയി നോക്കാം. സരുവിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പം സരുവിനും അറിയില്ല താരാന്റിക്ക് എന്നാ പറ്റിയെന്ന്. താരാന്റിയോട് ചോദിച്ചിട്ട് താരാന്റി ഇട്ടു പറയുന്നുമില്ല. ചിലപ്പം നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, അതിന്റെ വിഷമം കൊണ്ടായിരിക്കും താരാന്റി ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്നത്. സൂക്ഷിക്കണം മോളെ എന്നൊക്കെ പറഞ്ഞിട്ടേ. എന്നാലും കിരണേട്ടാ, താരാന്റി അങ്ങനെ എപ്പോഴും അയക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അതാണ് എനിക്ക് അറിയേണ്ടത്. ഒരു പക്ഷെ കൊലയാളിയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ താരാന്റിക്ക് അറിയാവോ എന്ന് ചോദിച്ചു. അങ്ങനെയുണ്ടെ താരാന്റി നമ്മളോട് പറയില്ലേന്ന് ചോദിച്ചു. നമുക്ക് നോക്കാം, നമുക്ക് പോയി ആന്റിയോട് അന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം, ആന്റിയുടെ മനസ്സിൽ എന്താ വിഷമമെന്ന്. ഇനിയിപ്പോൾ ഡോക്ടർ വല്ലതും കാണണ്ടെങ്കിൽ അങ്ങനെ കാണാന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അത് ശരിയാ, ഡോക്ടറെ കാണെങ്കിൽ അതും കാണാം. ഇതിനു മുമ്പ് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ആന്റിയുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിച്ചു നോക്കുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ താരയെ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ താരയുടെ അടുത്ത് കിരണും കല്യാണിയും കൂടെ ചെന്നു. പിന്നീട് കിരൺ താരയോട് സംസാരിക്കുന്ന സമയത്ത് ചോദിച്ചു, ആന്റി ഇതിനെ ഇടയ്ക്ക് ഇവൾക്ക് മെസ്സേജ് അയക്കുന്ന സൂക്ഷിക്കണം കേട്ടോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട്. എന്താ ആന്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു.
അപ്പോഴേക്കും താര പറഞ്ഞു, ഇല്ല, ഞാൻ മോളെ കുറിച്ച് ദുസ്വപ്നം കണ്ടു, അതുകൊണ്ടാന്ന് പറഞ്ഞു. സ്വപ്നം കണ്ടോണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെസ്സേജ് അയക്കേണ്ട കാര്യമുണ്ടോ? അതൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും അല്ല. അതൊന്നും ഓർത്ത് ആന്റി വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ഉം. എന്നാലും ഒരെന്നാലും ഇല്ല. ആന്റി ധൈര്യമായിട്ടിരിക്കുക. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, എനിക്ക് ഇനി ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. ശത്രുക്കളൊക്കെ ഇല്ലാതായല്ലോ. പിന്നെ ഏതോ ഒരു കൊലയാളി വന്നിട്ടുണ്ട്. അയാൾ എന്തായതെന്നൊന്നും അറിയത്തില്ല. അധികം വൈകാതെ അയാളെ പോലീസ് പിടികൂടും. അപ്പൊ സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഭയങ്കര വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു താരയുടെ മനസ്സിൽ. താരയ്ക്ക് സത്യങ്ങളൊന്നും തുറന്നു പറയാനും പേടിയാ. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സരയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? സരയും വെറുതെ വിടല ഒന്നിനെ എന്നൊക്കെയൊരു ചിന്ത താരയുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് കിരൺ ചോദിച്ചു, ആന്റിക്ക് എന്തോ ഒരു വല്ലാത്തൊരു വിഷമമുണ്ടല്ലോ. എന്താ ആന്റി? ഞങ്ങളോട് തുറന്നു പറയാൻ പറ്റുന്ന അറിയണമെങ്കിൽ തുറന്നു പറ. ഒന്നുമില്ലാന്ന് പറഞ്ഞു. അല്ല, അതൊന്നും അല്ല, ആന്റിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു പക്ഷേങ്കില് ഇനിയിപ്പോ സരയുവിനെ നഷ്ടപ്പെടുമെന്നുള്ളൊരു ബുദ്ധിമുട്ടാണോ? അങ്ങനെ പേടിക്കൊന്നും വേണ്ട കേട്ടോ. എന്താണെങ്കിലും ആന്റി ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു. സരയുവിന്റെ കാര്യത്തിൽ ആന്റിക്ക് ഒരു ടെൻഷനും വേണ്ട. മനോഹർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ സരയുവിനെ സ്വീകരിക്കും. അവർ മൂന്നുപേരും നല്ലൊരു ജീവിതം ഉണ്ടാവും. സരയും മോളും മനോഹറും കൂടെ കൂടിയിട്ട് നല്ലൊരു ജീവിതം. മനോഹറും നല്ല മാറ്റമുണ്ടെന്നറിയാലോ. ഇനി അവൻ തെറ്റിന്റെ പാതയിലേക്കൊന്നും പോകത്തില്ല. പിന്നെ അവർ നല്ല സുഖമായിട്ട് ജീവിക്കും. ആ ജീവിതം ഞങ്ങൾക്കും കാണണം. കാരണം അവനും കൂടെ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേനും സരയുവിനും മനോഹറിനും ഒക്കെ ആയിട്ട് ഒരു വീട് വെച്ച് കൊടുക്കണം. അങ്ങനെ അവര് നല്ലൊരു ജീവിതം നയിക്കുന്ന കാണുമ്പോഴേ ഞങ്ങൾക്ക് സന്തോഷമാകത്തുള്ളൂ. താരാന്റെ ഇനി സരയുവിന്റെ കാര്യമൊന്നും ഓർത്ത് പേടിക്കണ്ട. അവളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. പഴയ സരയു അല്ലല്ലോ. സരയുവിന് ഇപ്പൊ ഭയങ്കര മാറ്റമല്ലേ. പിന്നെ മനോഹറിനെ പോലെ അത്രയും തെറ്റ് ഉള്ളവളൊന്നും അല്ലല്ലോ സരയു. അതുകൊണ്ട് ആ കാര്യമൊന്നും ഓർത്ത് ആന്റി പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും താരയുടെ മുഖം ആകെപ്പാടെ വെള്ളറി വെളുത്തിരിക്കുക. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഈ സമയത്ത് കിരൺ പറഞ്ഞു, എങ്കിൽ നമുക്ക് ഇറങ്ങാൻ കല്യാണി എന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് താര ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കിരൺ പറഞ്ഞു, കണ്ടില്ലേ, ആന്റിയുടെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട്. എന്തോ വലിയൊരു വിഷമമുണ്ട്. ആന്റി ആരോടും തുറന്നു പോലും പറയുന്നില്ല. കല്യാണി പറഞ്ഞു, എനിക്കും തോന്നി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ആന്റി പറയാത്തടത്തോളം കാലം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പറഞ്ഞാലേ അറിയുള്ളൂ എന്താ ഇങ്ങനെ സംഭവം എന്നൊക്കെ ഉള്ളേ. പിന്നീട് അവരെ വീട്ടിലേക്ക് വന്നിപ്പോ കാദംബരി രതീഷും കാർത്തികയും ഉണ്ടായിരുന്നു. താരയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കാദംബരി പറഞ്ഞു, ഇപ്പോഴും രതീഷനും പറയണ എന്താണെന്നറിയാവോ? സരയുമായിരിക്കും എല്ലാത്തിനും പിന്നിൽ നിന്ന്. ഇപ്പോഴത്തെ ഈ കൊലപാതക ശ്രമത്തിനൊക്കെ പിന്നിൽ സരയുമായിരിക്കും എന്ന്. അവളായിരിക്കും ജയിച്ചെന്ന്. കിരൺ പറഞ്ഞു, ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യിക്കത്തില്ല. അവൾക്ക് ഇപ്പം നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ശരി കിരൺ സാറേ, ഞാനിത് വിശ്വസിക്കില്ല. കാരണം സരയുടെ മാറ്റം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവൾ ശത്രുക്കളെ പോലെ പെരുമാറിയാലും അല്ലെങ്കിൽ മിത്രങ്ങളെ പോലെ പെരുമാറിയാലും അവളുടെ മനസ്സിൽ എന്താന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അടുപ്പം കൂടി നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ പിന്നില് വേറെന്തെങ്കിലും ഉദ്ദേശലക്ഷ്യം ഉണ്ടോന്ന് പോലും അറിയില്ല. കല്യാണി പറഞ്ഞു, ഒരിക്കലും ഇപ്പം സരു അങ്ങനെ ഒരു പാതയിൽ കൂടെ അല്ല പോയിക്കൊണ്ടിരിക്കുന്നേ. അവൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അത് കല്യാണി പറയുന്നല്ലേ, പക്ഷെ അതല്ല സത്യാവസ്ഥ. എൻ്റെ അതൊന്നും അല്ല. എൻ്റെ മനസ്സ് പറയുന്ന അവളാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന. അവളെ സൂക്ഷിക്കണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം അപകടം ഉണ്ടായ സമയത്ത് ആരോ അടുക്കളപ്പുറത്തെ കഥവ് തുറന്നിട്ട് കൊടുത്തില്ലേ? അതൊരു പക്ഷേ ശാരിയാൻ്റെ ആയിക്കൊടുന്നില്ലല്ലോ. കാദംബരി പറഞ്ഞു, അത് ശരിയാ രതീഷേണോ അത് തന്നെ പറയണേ. അങ്ങനെ ഒന്ന് ചിന്തിച്ചു കൂടെ? ഒരുപക്ഷെ സരുവിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ആണെങ്കിലോ പ്രതികാരം ഉള്ളി വെച്ചോണ്ട് പുറമെ ചിരിച്ച സന്തോഷിച്ച് അഭിനയിക്കുന്നതാണെന്ന് അറിയില്ലല്ലോ. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ സംഭവിച്ചത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിലും അവള് കല്യാണി അങ്ങോട്ടേക്ക് പോയ സമയത്ത്, വർക്ക് സൈറ്റിലേക്ക് പോയ സമയത്ത് എന്തിനാ സരു അങ്ങോട്ടേക്ക് ചെന്നേ? സരുവിന് അങ്ങോട്ടേക്ക് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? കിരൺ പറഞ്ഞു, അത് പിന്നെ അവള് വരച്ച പ്ലാനല്ലേ. അപ്പൊ ഇവളുടെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ കൂടെ പോയതാന്ന് പറഞ്ഞു. എന്നാലും അവൾക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു എനിക്ക് തോന്നുന്നേ. കാരണം അവളുടെ മനസ്സ് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യത്തിന് നമ്മൾ സൂക്ഷിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഇനി ആ സരയുമായിട്ട് കുറച്ച് നാളത്തേക്ക് അധികം അടുപ്പത്തിന് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് കാർത്തികൻ പറയുന്നുണ്ട്. അവർക്ക് കാർത്തികയ്ക്കും കാദംബരിക്കും രതീഷിനും ഒക്കെ സരുവിനോട് ഭയങ്കര എതിർപ്പായിരുന്നു. കാരണം സരു എന്തൊക്കെയോ മറച്ചു വെച്ചിട്ട് പുറമേ പെരുമാറുന്നാണ് അവര് പറയണേ. രതീഷ് പറഞ്ഞു, മനോഹറിന് നല്ല മാറ്റമുണ്ട്. കാരണം മനോഹറിന് തെറ്റൊന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ സരുവിന്റെ കാര്യം അങ്ങനെയല്ല. അവളുടെ കാര്യത്തിലൊന്ന് സൂക്ഷിക്കാൻ നല്ലതാ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണമെന്നല്ലേ പറയണേ. എനിക്ക് അവളെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് രതീഷ് ഉറപ്പിച്ച് പറയണം. പിന്നീട് താരയുടെ അടുത്തേക്ക് സരയു വന്നു കഴിയുമ്പോഴത്തേന് താര ഒരു ഗ്ലാസ് ചായ കൊണ്ടേ സരയുവിന് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് സരയു എന്ത് ചെയ്തു? താരയുടെ മുഖത്തേക്ക് ആ ചായ അങ്ങോട്ട് ഒഴിക്കുകയാണ്. ഒരു നിമിഷം
ഞെട്ടിപ്പോയി. താരം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ എന്നെ ഒറ്റിക്കൊടുക്കൂല്ലേ? നിങ്ങൾ എന്നെ ഒറ്റിക്കൊടുത്തോണ്ടാണ് ഇന്ന് കിരൺ അങ്ങോട്ടേക്ക് വന്നത്. അല്ലെ ഇന്ന് അവളുടെ കഥ ഞാൻ കഴിച്ചാനും. സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും അവൾക്ക്. എന്തിനാ അതിന്റെ ആവശ്യം? എന്താ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് അവനെ സ്വന്തമാക്കിയാൽ മതിയാവുള്ളൂ. കിരണിനെ സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല, അറിയാലോ. നിങ്ങൾ സൂചന കൊടുത്ത് അവളെ രക്ഷിച്ചോണ്ടിരിക്കുക. നിങ്ങളുടെ മകളാ ഞാന്. ആ സ്നേഹം എന്നോടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം എനിക്ക് ചെയ്തു തരണം. കല്യാണം നിങ്ങൾ തീർക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആരെയൊന്നും ഞെട്ടിപ്പോയി. എന്താ പറഞ്ഞ് മനസ്സിലായില്ലേന്ന് ചോദിച്ചു. അല്ല മോളെ, അതെ, നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് ചെയ്യണം. എനിക്ക് കിരണിനെ സ്വന്തമാക്കിയാൽ മതിയാവുള്ളൂ. നിങ്ങളെ അവൾക്ക് ഭയങ്കര വിശ്വാസമാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്തും കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യും. അവൾ ഇവിടെ വരുന്ന സമയത്ത് ജ്യൂസിനകത്ത് ഒരു പൊടി കടത്തി കൊടുത്താൽ മതി. പൊടിയൊക്കെ ഞാൻ സംഘടിപ്പിച്ച് വന്നോളാം. അങ്ങനെ അവളെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞാലേ അവളുടെ ശല്യം തീർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിരണിനെ സ്വന്തമായിട്ട് കിട്ടും. ഞാനും കിരണ് സന്തോഷത്തോടുകൂടി ജീവിക്കും. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജീവിക്കാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങളെ അമ്മയായിട്ട് ഞാൻ കൂട്ടത്തില്ല. എന്നെ ഒറ്റിക്കൊടുത്തെങ്ങാനും അവളെ രക്ഷിക്കാനാ പ്ലാനെങ്കിൽ പിന്നെ നിങ്ങളെ ഞാൻ തീർത്ത് കളയും. പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് സരയു പോന്നെ. കുറച്ച് കഴിഞ്ഞപ്പോൾ സരയു ഷാരിന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ ചെല്ലുവാണ്. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കാര്യങ്ങൾ പറയാണ്. എൻ്റെ പെറ്റമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളെ തീർക്കുന്ന കാര്യം, ജ്യൂസിനകത്ത് പൊടി കടത്തി കൊടുക്കാനായിട്ട്. അവരെ കൊണ്ട് ഞാൻ ചെയ്യിക്കുമെന്ന് പറഞ്ഞു. അല്ല, അവരങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ചെയ്യണമല്ലോ. കാരണം കുറെ കാലം അവരെൻ്റെ പിന്നാലെ നടന്നിട്ട് പോലും അവരെ പെറ്റമ്മയായിട്ട് കൂട്ടാൻ ഞാൻ ഒരിക്കലും ഞാൻ അവരെ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് എൻ്റെ മനസ്സിൽ ഒരേ ഒരു അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ വളർത്തമ്മയായ നിങ്ങൾ. പക്ഷെ പിന്നീടാണ് എനിക്ക് കുറെ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് അവരെ അമ്മയായിട്ട് ഞാൻ അംഗീകരിച്ചത് പോലും. പക്ഷെ അവർക്കിപ്പം എന്നേക്കാളും കൂടുതൽ സ്നേഹം അവളോടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. കാരണം അവരെ വെച്ച് തന്നെ ഞാൻ അവളെ അങ്ങോട്ട് തീർക്കും. എന്നിട്ട് ഞാൻ കിരണിനെ സ്വന്തമാക്കൂന്ന് പറഞ്ഞു. അവരാ കൃത്യം നിർവഹിച്ചില്ലെങ്കിൽ അവര് പിന്നെ ജീവനോടെ ഈ ഭൂമിയിൽ കാണത്തില്ല എന്ന് പറഞ്ഞു. മോളെ, കാര്യമൊക്കെ കാര്യം തന്നെ. പക്ഷേ എങ്കില് അവര് നിന്നെ വളർത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിന്നെക്കാളും ഒരു പക്ഷെ സ്നേഹക്കൂടൽ അവളോടാണെങ്കിൽ അവരങ്ങനെ ചെയ്യുമോന്ന് ചോദിച്ചു. അവളെ കൊല്ലാനായിട്ട് അവർ തയ്യാറാവൂന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു ഞെട്ടലോടുകൂടി ശാരിയെ നോക്കുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.